ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷനിൽ ഐ.ടി. മേഖലയിൽ നിരവധി ഓപ്ഷൻസ് ആണ് കുട്ടികൾക്കുള്ളത്. ഹ്യൂജ് ജോബ് സ്കോപ്പാണ് ഇപ്പോൾ നിലവിലുള്ളത്. ബിടെക് AI അതുപോലെ തന്നെ BCA AI എന്താണ് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ്? ഇപ്പൊ ബിടെക് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ജോലി ഇല്ല എന്നാണ് പറഞ്ഞ് നാട്ടിൽ നടക്കുന്നത്. അപ്പൊ അതിൽ എന്താണ് സത്യാവസ്ഥ? ഈ ബിടെക് കോഴ്സ് അല്ലെങ്കിൽ BCA കോഴ്സ് ഇതിന്റെ ഒപ്പം ആഡ് ഓൺ ആയിട്ടാണോ വരുന്നത് ഈ സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ്, അതൊക്കെ എങ്ങനെയാണ്? IT മേഖല തിരഞ്ഞെടുക്കാനായിട്ട് കുട്ടികൾക്ക് പറ്റിയ കോഴ്സുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷനിൽ ഐ.ടി. മേഖലയിൽ നിരവധി ഓപ്ഷൻസ് ആണ് കുട്ടികൾക്കുള്ളത്. ഹ്യൂജ് ജോബ് സ്കോപ്പാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BCA കോഴ്സുകളാണ് കുട്ടികൾക്ക് ഏറ്റവും യോജിച്ചത്. ഈ ബിടെക്കിൽ തന്നെ പല ടൈപ്പ് വരുന്നുണ്ടല്ലോ, അതിൽ ഏതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ? ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബിടെക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളതാണ്. അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്നുള്ളതാണ് ഏറ്റവും സ്കോപ്പ് ഉള്ളത്. പിന്നെ ഇപ്പോൾ ഒരു AI യുഗം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിൽ AIക്ക് ഭയങ്കര ഹ്യൂജ് സ്കോപ്പാണുള്ളത്. AI ബേസ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും നല്ലൊരു ജോബിൽ എത്തിപ്പെടും. ബിടെക് AI അതുപോലെ തന്നെ BCA AI എന്താണ് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ്? ബിടെക് AI എന്ന് പറയുമ്പോൾ അത് 4 വർഷത്തെ എഞ്ചിനീയറിംഗ് ബിരുദമാണ്. BCA എന്ന് പറയുമ്പോൾ അത് 3 വർഷത്തെ ഡിഗ്രി ബിരുദമാണ്. പക്ഷേ 4 വർഷമായിട്ട് ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് 5 ഇയേഴ്സ് കോഴ്സായിട്ടോ അല്ലെങ്കിൽ 4 വർഷത്തെ ഹോണേഴ്സ് ആയിട്ടോ പഠിക്കാനുള്ള അവസരം ഇപ്പോൾ BCAക്കും ഉണ്ട്. ഇപ്പൊ ബിടെക് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ജോലി ഇല്ല എന്നാണ് പറഞ്ഞ് നാട്ടിൽ നടക്കുന്നത്. അപ്പൊ അതിൽ എന്താണ് സത്യാവസ്ഥ? ആക്ച്വലി ബിടെക് പഠിക്കുന്ന കുട്ടികൾക്ക് 100% ജോബ് കിട്ടുന്ന ഒരു കോഴ്സ് തന്നെയാണ്. അത് അതിൻ്റെ സിലബസ് അപ്ഡേറ്റഡ് ആയിരിക്കണം. ആ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സിലബസ് അപ്ഡേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ പ്രസന്റ് സിറ്റുവേഷനിലെ ജോബിന് സ്യൂട്ട് ആവുന്ന രീതിയിലാണ് അവരുടെ കരിക്കുലം പോകുന്നതെങ്കിലും അവരുടെ പഠനം പോകുന്നതെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് ജോബുണ്ട്. ഇനി അതല്ല, ബിടെക് പഠിക്കുന്നത് ഓൾഡ് ട്രഡീഷണൽ സിലബസ് ഒക്കെ യൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസിലും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് ഇപ്പോഴത്തെ പ്രസന്റ് സെനാരിയോയിൽ ജോബുമായിട്ട് അത് സ്യൂട്ട് ആവില്ല. അതുകൊണ്ട് അവർക്ക് ജോബ് സ്കോപ്പ് കുറയുന്നത്. അങ്ങനെയുള്ളവർക്കും പിന്നെ ബിടെക്കിന് ശേഷം അവർ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പോയിട്ട് വേറെ സെപ്പറേറ്റ് ഇപ്പോഴത്തെ ന്യൂജൻ കോഴ്സുകളിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഡസ്ട്രി ഓറിയന്റഡ് കരിക്കുലം വെച്ചിട്ടുള്ള എന്തെങ്കിലും ആഡ് ഓൺ കോഴ്സുകൾ ചെയ്തിട്ട് അവർ ജോബിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. എല്ലാ കോളേജിൽ നിന്നും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അതോ എല്ലാ കോളേജുകളും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു മിനിമം സ്റ്റാൻഡേർഡുള്ള ഇപ്പം NAC അക്രഡിറ്റഡ് ആയിട്ടുള്ള കോളേജുകൾ അല്ലെങ്കിൽ NBA അക്രഡിറ്റഡ് ആയിട്ടുള്ള കോളേജുകൾ അങ്ങനെ ടോപ്പ് ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം തന്നെ അവർ തീർച്ചയായിട്ടും പ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് തീർച്ചയായിട്ടും അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ പ്ലേസ്മെൻറ്റ് കിട്ടുക എന്നുള്ളത് കുട്ടികളുടെ ഒത്തിരി ഫാക്ടേഴ്സ് നോക്കുന്നുണ്ട്. അവർ ലാംഗ്വേജ് നോക്കുന്നുണ്ടായിരിക്കും, പേഴ്സണാലിറ്റി നോക്കുന്നുണ്ടായിരിക്കും, അക്കാഡമിക്സ് നോക്കുന്നുണ്ടായിരിക്കും. അതെല്ലാം നോക്കിയിട്ടാണ് ഫൈനൽ പ്ലേസ്മെൻറ്റ് കിട്ടുന്നത്. പക്ഷെ എന്നാലും അസിസ്റ്റൻസ് ഉള്ള സ്ഥാപനങ്ങളിൽ മാത്രം കുട്ടികൾ പഠിക്കാൻ പോകുന്നതാണ് നല്ലത്. ഈ ബിടെക് കോഴ്സ് അല്ലെങ്കിൽ BCA കോഴ്സ് ഇതിന്റെ ഒപ്പം ആഡ് ഓൺ ആയിട്ടാണോ വരുന്നത് ഈ സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ്, അതൊക്കെ എങ്ങനെയാണ്? ബേസിക്കലി ഇത് ആഡ് ഓൺ ആയിട്ട് കൊടുക്കുന്ന ഇപ്പോൾ ബിടെക്കിൻ്റെ കൂടെ ബിടെക് വിത്ത് സൈബർ സെക്യൂരിറ്റി, ബിടെക് പ്ലസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി കോഴ്സുകൾ അല്ലെങ്കിൽ ഒത്തിരി കോളേജുകളിൽ നടത്തുന്നുണ്ട്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ അവർക്ക് യൂണിവേഴ്സിറ്റിയിൽ ചിലപ്പോൾ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വെറും BCA ആയിരിക്കും, നോർമൽ BCA ആയിരിക്കും അവരുടെ കോളേജിൽ ഉണ്ടാവുള്ളൂ. അവരന്നേരം കുട്ടികളെ അട്രാക്ട് ചെയ്ത് അവർ അഡ്മിഷൻ ലഭിക്കാനൊക്കെ ആയിട്ട് അവർ ബിടെക് പ്ലസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ BCA പ്ലസ് സൈബർ സെക്യൂരിറ്റി അങ്ങനെ പല കോഴ്സുകൾ റൺ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർക്ക് കിട്ടുന്ന ഡിഗ്രി വെറും BCA അല്ലെങ്കിൽ ബിടെക്കോ ആയിരിക്കും. ഈ ആഡ് ഓൺ ആയിട്ടുള്ളതിന് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കും അവർക്ക് ലഭിക്കുന്നത്. പിന്നെ ഇത് റെഗുലറായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ പറഞ്ഞ പോലെ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ അവർ ഇപ്പോൾ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ രീതിയിലുള്ള കരിക്കുലം ക്രിയേറ്റ് ചെയ്ത് ഡയറക്റ്റ് ബിടെക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് ബിടെക് സൈബർ സെക്യൂരിറ്റി എന്നുള്ള പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡയറക്റ്റ് BCA സൈബർ ഫോറൻസിക് അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾ ഏതാണെന്ന് നോക്കി അത് ഡയറക്റ്റ് പ്രോഗ്രാംസ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുട്ടികൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം.